ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന ബ്രെഡ് പുഡിംഗിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബ്രെഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുക മീൻസ് ഡീപ്പ് ഫ്രൈ ഒന്നല്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ. മുട്ടയിൽ നമ്മൾ ബ്രെഡ് വാട്ടിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി പഞ്ചസാരയും മുട്ട എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചെടുത്തുള്ള പാലല്ല, സാധാരണ നമ്മൾ പാല് തന്നെയാണ് ചേർക്കുന്നത്, പശുവിൻ പാല്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ മുട്ടയ്ക്ക് അത്യാവശ്യം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വേണ്ട, ഒരു 1-2 നുള്ളു മാത്രം മതിയാവും. ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഈ ബ്രെഡ് ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒരു ഇത്തിരി ചേർക്കാം. പക്ഷേ നെയ്യിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല കേട്ടോ, പുഡിങ്ങിന് ടേസ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കോണായിട്ട് മുറിച്ചിട്ടുണ്ട്. അങ്ങനെ മുറിച്ചതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോ ബ്രെഡ് പീസും നമ്മുടെ ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് 2 ഭാഗവും സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്നങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പുഡിങ്ങിൻ്റെ ആ മിക്സ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് പാല്, ഒരു 500 ml പാല് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി മെൽട്ടായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആകുമ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നിച്ചെത്തുന്ന വരെ ഒന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് തന്നെ ഈ പാലിൻ്റെ മിക്സ് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിവിടെ തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ അടുത്ത അടുപ്പിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മളൊരു 25 ഗ്രാമിൻ്റെ ഒക്കെ പാക്കറ്റാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 1/3 ഭാഗം ചൈന ഗ്രാസ് എടുത്തിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 8 ഗ്രാം എടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1 കപ്പ് സാധാരണ പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2 ഗ്യാസും ഒന്നിച്ച് തന്നെ ഓൺ ചെയ്യാം. പാലിൻ്റെ മിക്സ് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് മെൽട്ടായി കിട്ടിക്കോളും. പിന്നെ ചൈന ഗ്രാസ് വെക്കുന്ന ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, വളരെ ചെറിയ തീയിൽ വെച്ചാൽ മതി. സാവധാനം മെൽട്ടായി വന്നാൽ മതി, അപ്പോഴേക്കും കറക്റ്റായി കിട്ടുള്ളൂ. ഈ ചൈന ഗ്രാസിന് പകരം ഈ ഒരു പുഡിങ്ങിലേക്ക് ജെലാറ്റിൻ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ, കുറച്ചുകൂടി ഒരു ക്രീമി പുഡിംഗ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ അത്യാവശ്യം മെൽട്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചൈന ഗ്രാസ് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് പാലിനും ചൈന ഗ്രാസിനും ഒരേ ചൂടായിരിക്കും കേട്ടോ, രണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് ചൈന ഗ്രാസിൻ്റെ, അത് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ നമ്മൾ പാല് കിടന്ന് മെൽട്ടായിക്കോളും. പിന്നെ ഒരു ഇത്തിരി കടിക്കാനുണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് തീരെ കടിക്കുന്ന ടേസ്റ്റ്, ചൈന ഗ്രാസിന് കടിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു അരിപ്പയിലൂടെ. ഈ ചൈന ഗ്രാസ് ചേർക്കുന്ന സമയത്ത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ചൈന ഗ്രാസിന്റെ പൊടികൾ, തരികൾ അവിടെ ഇവിടെയും കാണുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് കൂടി ചെറിയ തീയിൽ തിളപ്പിക്കുന്ന സമയത്ത് കുറെ കൂടെ അത് മെൽട്ട് ആയിക്കോളും. കണ്ടില്ല, ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് തരികളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഇടയ്ക്ക് ഇത്തിരി കടിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചൊഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റ് ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ ചേർത്തിരുന്നു, പക്ഷേ ആ ഒരു ക്ലിപ്പ് നമ്മുടെ വീഡിയോയിൽ നിന്ന് കട്ടായി പോയതാണ്. അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിംഗ് മിക്സ് നമ്മൾ 3 കളറിലേക്ക് മാറ്റുന്നുണ്ട്, ഒരു 3 ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ഒരു 2 പാത്രത്തിലേക്ക് നമുക്ക് ഒരേ അളവിൽ 3 ആയി ഭാഗിച്ചെടുക്കാം ഈ ഒരു പുഡിംഗ് മിക്സിനെ. ഇപ്പോൾ 2 ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ബൂസ്റ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ബൂസ്റ്റ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് പാലിൻ്റെ മിക്സിന് നല്ല ചൂടുണ്ടായിരിക്കണം. ആ സമയത്ത് ചേർത്താൽ മാത്രമാണ് നന്നായിട്ട് തന്നെ ബൂസ്റ്റ് മിക്സായി കിട്ടുള്ളൂ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇപ്പോൾ ബൂസ്റ്റൊക്കെ നമ്മുടെ ഈ പാൽ പുഡിങ്ങിൻ്റെ മിക്സിൽ നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്.
ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ്ങിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബദാമും കാഷ്യൂനട്ടും കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. കാരമൽ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ 2-3 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാഷ്യൂ ഒക്കെ കാരമൽ ചെയ്തെടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കി, അതിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാഷ്യൂ ഒക്കെ എങ്ങനെയാണ് കാരമൽ ചെയ്തെടുക്കുക എന്നുള്ളത്. അങ്ങനെ കാരമൽ ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കാഷ്യൂ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് സ്ട്രോബെറി ഫ്ലേവറാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്ട്രോബെറി സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി സിറപ്പ് അല്ല സ്ട്രോബെറി എസൻസ് ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി. എസൻസ് ആവുന്ന സമയത്ത് കുറച്ച് മതിയാവും. ഇപ്പോൾ ഞാൻ സ്ട്രോബെറി സിറപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്, പിന്നെ നമുക്കൊരു പുഡിങ് ട്രേയിലേക്ക് മാറ്റാം. ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തേക്ക് ആദ്യം കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി 2 കളറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഡിങ് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാം കാഷ്യൂനട്ടിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് പീസിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പുഡിങ്ങിൻ്റെ മിക്സ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം സ്ട്രോബെറി ഫ്ലേവറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റ് ഫ്ലേവറുള്ള പുഡിംഗ് മിക്സ്. ഇനി അതിൻ്റെ മുകളിൽ റെഡിയാക്കിയിട്ടുള്ള ആദ്യത്തെ പ്ലെയിൻ പാലിൻ്റെ വാനില ഫ്ലേവറുള്ള പുഡിംഗ് മിക്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാഷ്യൂ അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ്സിലുള്ള പുഡിംഗ് മിക്സ്. ഇനി നമുക്ക് ഇതൊരു ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് ലാസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള ഗ്ലാസിൻ്റെ തന്നെ പുഡിംഗ് ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് ബദാം പറഞ്ഞതുപോലെ തന്നെ കുറച്ചങ്ങ് വിതറി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബ്രെഡ് പീസ് നിരത്തി കൊടുക്കാം. പിന്നെ ബ്രെഡ് ഇടുന്ന സമയത്ത് ഒരുപാട് ബ്രെഡ് ആയി കഴിഞ്ഞാലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് തന്നെ നിരത്തി കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ 4 പീസാണ് ബ്രെഡ് എടുത്തിട്ടുള്ളത്, അത് മൊത്തം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഭാഗത്തേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സ് കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് കറക്റ്റ് ഓരോ ലെയറായിട്ട് കാണില്ല. നമ്മൾ ഇതുപോലൊരു ബൗളിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് എല്ലാം കൂടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ മിക്സായിട്ട് തന്നെയാണ് വരിക. എന്നാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. 3 കളർ ലെയർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത്. കാരണം നമ്മളിപ്പോൾ കറക്റ്റ് ഒരു ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ച് ആദ്യം സെറ്റ് ചെയ്തതിൻ്റെ മുകളിലൂടെ നല്ലല്ലോ ഒഴിക്കുന്നത്. ഓരോ ഭാഗം പ്ലെയിൻ ആയിട്ട് ഓരോന്നിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാലും ലാസ്റ്റ് കാണുന്ന സമയത്ത് നല്ല ഭംഗി തന്നെ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ആ വൈറ്റ് പാലിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വാനില മിക്സ്. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് നല്ല കറക്റ്റ് സെറ്റായി നല്ലൊരു പുഡിങ്ങായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നല്ല തണുപ്പോട് കൂടെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരു 1-2 മണിക്കൂറൊക്കെ തന്നെ മതിയാവും. അപ്പോൾ തന്നെ കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ചൈന ഗ്രാസ് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്നതാണ്. കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെക്കും തോറും ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും. ഹാർഡ് മീൻസ് നമുക്ക് ക്രീമി രൂപത്തിൽ കഴിക്കാൻ പറ്റില്ല. ക്രീമി ആയിട്ട് കഴിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു 2-3 മണിക്കൂർ വെക്കുന്നുണ്ട്. എനിക്ക് ഫോട്ടോയിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നല്ലൊരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പ് ഒന്നങ്ങ് കവർ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് കവർ ചെയ്ത് വെക്കുന്നത് ഇത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ. ചൂടോട് കൂടെ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണ്ട, തണുത്തതിന് ശേഷം വെച്ചാൽ മതി. പിന്നെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, ഫ്രീസറിലല്ല. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ കറക്റ്റ് സെറ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചൊരു ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ക്രീമി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ സമയം കുറച്ച് മതി. അപ്പോൾ അതിൻ്റെ കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതല്ല നല്ല ഭംഗിയോട് കൂടെ വേണം നമ്മൾ വെച്ചിട്ടുള്ള കറക്റ്റ് ഒരു ലെയറൊക്കെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക, ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തിയതിന് ശേഷം എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒന്നങ്ങ് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വിടിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് കമഴ്ത്തി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. വീണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങ് തട്ടി കൊടുത്താൽ മതി, കറക്റ്റ് തന്നെ വീണ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ പുഡിങ് കറക്റ്റ് നല്ല ഭംഗി തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ പുഡിങ്ങും ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുഡിങ്ങിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്